ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്നൊരു അടിപൊളി ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിനായിട്ട് വേണ്ട ഒരു 1.5 കിലോ ബീഫ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വേസ്റ്റുകളെല്ലാം കളഞ്ഞൊരു കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. അല്പം പോലും വെള്ളം ഒഴിക്കരുത്. പിന്നെ പോത്തിറച്ചി ചൂടാകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങുകൊണ്ട് അല്പം പോലും വെള്ളം നമ്മൾ ചേർക്കരുത്. ഇനി നമുക്കിതൊരു 8 വിസിൽ അടിച്ച് വേവിക്കാം. കുക്കറിലിരിക്കുന്ന ബീഫിന് 8 വിസിൽ വന്നു. സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി നമ്മളതിൽ ആവി പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം കൊണ്ട് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ ഒരു 3/4 മുറി തേങ്ങയുടെ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 കഷ്ണം കൊച്ചുള്ളി കീറി വെച്ചിട്ടുണ്ട്. 4 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി പേസ്റ്റ് ആക്കാൻ കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ കുരുമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, തീരെ ചെറുതല്ല ഇഞ്ചി, 10-15 ഇതള് വെളുത്തുള്ളി ഇവയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും തക്കാളിയും ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റും തക്കാളി പേസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിന്റെ ആവി പോയി നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കണ്ട, നമ്മൾ അല്പം പോലും വെള്ളം ചേർത്ത് വെച്ചതല്ല. എന്നിട്ട് കണ്ടോ, ഇത് വേകുമ്പോൾ ഇതാണ് വെള്ളം ഇറങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ചരുവത്തിനകത്ത് ഒരു കണ്ണാപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കും. ബീഫിനകത്ത് വെള്ളം തോരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് എടുക്കാം. ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇതിട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ബീഫ് കുടഞ്ഞിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. സിമ്മിലിരിക്കുകയാണ്. എണ്ണ ചൂടായി നമുക്കിനി പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കരണ്ടും പോയി. കരണ്ട് പോയി, എന്നാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. കരണ്ട് വന്നു. നമുക്കിനി ഇതിലേക്ക് ബീഫ് കുടഞ്ഞിട്ട് കൊടുക്കാം.
നന്നായിട്ട് ഇളക്കാം. ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് റോസ്റ്റ് ആയി കിട്ടും. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിന് ശേഷം കാണാം. റോസ്റ്റ് ചെയ്ത ബീഫ് ഞാൻ കോരി മാറ്റിയിട്ട് ആ ഉരുളി തേച്ച് കഴുകി അതിൽ തന്നെയാണ് ഇനി നമ്മൾ ഫ്രൈ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് കോരിയെടുത്ത് ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവയും പൊട്ടി അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കറിവേപ്പില വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, സവാള ഒന്ന് പെട്ടെന്ന് വേകുന്നതിന് വേണ്ടി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള വേകുന്നതിന് വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി. ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. തക്കാളി പേസ്റ്റിന്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയോട് ഇതിനകത്ത് ചേർത്ത് ഇളക്കി കൊടുക്കും. അതിനുശേഷം നമ്മൾ ബീഫ് വെന്തപ്പോൾ അതിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ആ വെള്ളത്തിൽ കിടന്ന് ഈ സവാളയും കൊച്ചുള്ളിയും ഗ്രേവികളെല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യും. ഇനി നമുക്ക് അതിന് ശേഷം കാണാം. തക്കാളി പേസ്റ്റിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടി ഡ്രൈ റോസ്റ്റ് ചെയ്തതായിട്ട് മൂത്തതാണ്. നമ്മളിനി അധികം ഇളക്കേണ്ട കാര്യമില്ല. അതിലേക്ക് നമുക്ക് ഈ ബീഫിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി എല്ലാം ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വെന്തോട്ടെ. ഈ ഗ്രേവി തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കോരി വെച്ചിരിക്കുന്ന
റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി എന്നിട്ട് നമ്മൾ കോരി വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. ഈ ബീഫ് ഫ്രൈക്ക് ഞാൻ മൊത്തം ചേർത്തിരിക്കുന്ന പൊടികളെല്ലാം ഒന്നുകൂടി പറയുകയാണ്. പല പ്രാവശ്യമായിട്ട് ചേർത്തിരിക്കുന്ന പൊടികളാണ് ആദ്യം മുതൽ അവസാനം വരെ. മുളക് പൊടി 3.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 4 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 2.5 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ഉപ്പുപൊടി. മുളക് പൊടി ഉപ്പുപൊടിയൊക്കെ കൂടുതൽ വേണമെന്നൊരു കൂടുതൽ ചേർക്കണം. ഇവിടെ പ്രഷർ ഉള്ളതുകൊണ്ട് ഉപ്പ് എപ്പോഴും ഇച്ചിരി കുറച്ചാണ് ചേർക്കുന്നത്. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരല്പം മസാലയുടെ കുറവുണ്ടായിരുന്നു. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണേ. ഉപ്പും മസാലയൊക്കെ ഒന്ന് നോക്കും. ഈ പാത്രത്തിലോട്ട് അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടോ? ഇനി ഒന്നും ചേർക്കണ്ട, ഒരു സാധനവും ചേർക്കണ്ട, എല്ലാം പരുവത്തിനുണ്ട്. അപ്പം നമ്മുടെ മസാലകളെല്ലാം റോസ്റ്റിന് നല്ല പരുവത്തിനുണ്ടെന്ന് പറഞ്ഞ് അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.